യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് തന്നതിന് ഒത്തിരി നമുക്ക് നന്ദി പറയാം ദൈവത്തോട്. എന്നും പറയുന്നത് പോലെ ഇന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഓരോ പ്രഭാതവും എഴുന്നേൽക്കുന്നത് ദൈവത്തെ കണ്ടുകൊണ്ടാവണം. ഓരോ ദിവസത്തെ നമ്മുടെ ഉത്കണ്ഠകളും നിരാശകളും വ്യാകുലതകളും ഒക്കെ ദൈവത്തിന് കൊടുത്ത് ഓരോ ദിവസവും നമ്മൾ അതിൽ നിന്നുമൊക്കെ മോചനം നേടിക്കൊണ്ട് മുന്നോട്ടേക്ക് വരിക. നമ്മൾ എന്നും എഴുന്നേൽക്കുന്നത് നിങ്ങൾ ടെൻഷൻ അടിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങളെന്നും പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഏൽക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് നേരമൊന്നും ദൈവസന്നിധിയിൽ ഇരിക്കാനായിട്ട് ഒരുപക്ഷെ എല്ലാവർക്കും പറ്റിയെന്നൊന്നും വരില്ല. പക്ഷെ മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മുടെ വിഷമങ്ങൾ ദൈവത്തോടൊപ്പം പങ്കിടാൻ ശ്രദ്ധിക്കുക. കാരണം കഷ്ടതയുടെ കാലത്ത് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം തരും. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സന്തോഷം മാത്രം മതി, ഈ സഹനമൊന്നും പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് 100-ൽ 99% ആളുകളും. പക്ഷേ ആ ബോധ്യം തെറ്റാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് സഹനത്തിന് നടുവിലും ഒരു സന്തോഷം നമുക്ക് ദൈവം തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശുദ്ധീകരണത്തിന് ആവശ്യമായിട്ടുള്ള സഹനം നമ്മുടെ ആത്മാവിന് ആവശ്യമാണ്. നമ്മുടെ ശരീരം ഈ സഹനത്തെ സ്വീകരിക്കുന്നില്ല. കാരണം വരുമ്പോൾ നമ്മുടെ ശരീരം നമ്മളോട് പറയും, ഇത് വേണ്ട, ഇത് വേണ്ട, എനിക്കിത് പറ്റില്ലെന്നേ പറയത്തുള്ളൂ. പക്ഷെ നമ്മുടെ ആത്മാവ് നമ്മളിത് അറിയാതെ ഇത് ഏറ്റെടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് പോരല്ലോ. പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റണ്ടേ? അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഓരോ ദിവസവും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ലൈഫിലുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ കുറച്ചൊക്കെ പരിശ്രമിച്ചെങ്കിലാണ്, നമ്മൾ കുറച്ചൊക്കെ അധ്വാനിച്ചെങ്കിലാണ് നമ്മളെ ഈ ആത്മാവ് സഹായിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഒരു പ്രലോഭനത്തെ തിരിച്ചറിയാൻ പറ്റുക എന്നൊരു എളുപ്പ വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു കാര്യമാണ്. കാരണം നമ്മളിലുള്ള ദൈവത്തിൻ്റെ കൃപ അധികമായിട്ട് വളരും തോറും അല്ലെങ്കിൽ ദൈവിക പദ്ധതി നമ്മളെക്കുറിച്ചുണ്ടാകുമല്ലോ കർത്താവിന്. ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ സാത്താനെതിരെയാണ് നമ്മൾ ശക്തിയോടുകൂടി ആയുധമെടുക്കുന്നതെന്ന് അവൻ കണ്ടു കഴിഞ്ഞാൽ, അവൻ്റെ തല തകർക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന് കണ്ടു കഴിയുമ്പോൾ അവൻ ഏറ്റവും കൂടുതൽ ആളുകളെ വീഴ്ത്തുന്നത് ലൈംഗികമായിട്ടുള്ള പാപങ്ങളിലാണ്, അതായത് പ്രലോഭനങ്ങളാണ്. അപ്പോൾ ഈ പ്രലോഭനങ്ങൾ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അവർ പെട്ടെന്ന് വീഴും. ഹല്ലേലൂയ. അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ ഓർക്കുക, സാത്താൻ ഒരിക്കലും നമ്മളെ നേരിട്ട് ആക്രമിക്കുന്നില്ല. അവനൊരിക്കലും നമ്മളെ നേരിട്ട് ഉപദ്രവിക്കുന്നില്ല. മറിച്ച് ചില വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചില ചിന്തകളിലൂടെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയവേളകൾ ഉണ്ടാകുന്ന പ്രലോഭനങ്ങൾ വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ, നിങ്ങൾ എന്തെങ്കിലും ജോലിയിലായിരിക്കുമ്പോഴോ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, നിങ്ങളുടെ ഹൃദയം പറയുകയാണ്. അതിപ്പോൾ പ്രലോഭനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈംഗികമായിട്ടുള്ള പാപങ്ങൾ മാത്രമല്ല, അവിടെ വേറെ പല കാര്യങ്ങളും ഉണ്ട്. അതായത് ദൈവം ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ, ചില ചിന്തകൾ. നിങ്ങളുടെ ഹൃദയം പറയുന്നത് ഇങ്ങനെ, ഇപ്രകാരം ദൈവത്തിനെതിരായാണ് നിങ്ങളുടെ ഹൃദയം പറയുകയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യം മാറ്റി വെച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോൺ നിങ്ങൾ ഇനി എടുക്കത്തില്ല. അതായത് കോള് വിളിക്കാനോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് താൽക്കാലികമായിട്ടൊരു മെസ്സേജ്, ജസ്റ്റ് ഒരു മറുപടി അല്ലാതെ നിങ്ങളെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയാനായിട്ട് ആര് വിളിച്ചാലും അവരെ കേൾക്കുവാൻ ഒരിക്കലും എൻ്റെ ചെവികളോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ എൻ്റെ നാവുകളോ ഒരിക്കലും ഞാൻ ദൈവത്തിനെതിരെ ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളാണ് കേട്ടോ.
ഇങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നില്ല, മറിച്ച് ഈ പറയുന്ന വ്യക്തികൾ നിങ്ങളെ വിളിക്കുകയോ പറയുകയോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം പറയുകയാണ്, ഇങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങനെ പറയുകയാണ്, ഇന്ന ആളെ നീ വിളിക്കുക, ഇന്ന ആളെ നീ വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങളോട് ആരെങ്കിലും ഒന്ന് വഴിയിൽ വെച്ച് അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രിയപ്പെട്ട ആരെങ്കിലും വഴിയിൽ വെച്ച് ആരുടെയെങ്കിലും ഒരു കുറ്റമോ കുറവോ നിങ്ങളോട് സംസാരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പറയുകയാണ്, ഇരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴായിരിക്കാം. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടുമ്പോൾ തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സ് പറയാൻ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കേൾക്കണം, ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഇതുപോലെ ആരെങ്കിലും നിങ്ങളോട് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ പറയുകയാണ്, ഈ വിഷയം ഇങ്ങനെ കയറി വരും. അതായത് ആ വ്യക്തി പറഞ്ഞ കാര്യം ഇങ്ങനെ കയറി വന്നിട്ട് നമ്മുടെ മനസ്സ് പറയാണ്, നീ ഇത് ഇന്ന ആളോട് സംസാരിക്കുക. അപ്പോൾ ആ കറക്റ്റ് സമയത്തോ ആയിരിക്കും ഒരുപക്ഷെ ആരെങ്കിലും നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആയിരിക്കും അവരോട് പറയാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ആ സമയത്ത് സംസാരിക്കുന്നത് ഈ വിഷയം നമ്മുടെ അതിരത്തിലേക്ക് വരാൻ തുടങ്ങുക. നമ്മുടെ ഹൃദയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ വിഷയം പറയുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിനെതിരെയുള്ള എന്തെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഏതെങ്കിലും സാഹചര്യത്തിലായിരിക്കുമ്പോഴോ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളത് സംസാരിക്കുമ്പോൾ അത് കൃപ നഷ്ടപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് അനുഭവം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് എനിക്ക് ഇന്നലെ ഉണ്ടായൊരു അനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഭൂരിഭാഗവും പറയുന്നത് നമുക്കറിയാം, ഒരു വ്യക്തി ഒരിക്കലും കൂടുതലായിട്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാറില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ന്യായീകരണങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനെല്ലാം ഇങ്ങനെ മൂളി കേട്ടുകൊണ്ടിരിക്കുന്നു, തിരിച്ചൊരു മറുപടി പറയുന്നില്ല. കാരണം നമ്മുടെ സംസാരത്തിൽ നമ്മൾ തെറ്റ് വരുത്താൻ പാടില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവർ ഫോണെല്ലാം മണിക്കൂറോളം സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള ജോലികളിലേക്ക് പ്രവേശിച്ച സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഈ വ്യക്തി പറഞ്ഞ ഒരു കാര്യം കയറി വരികയാണ്. എന്നിട്ട് എൻ്റെ മനസ്സ് എന്നോട് പറയുകയാണ്, നീ ഇതിന്ന ആളോട് പറയണം. അപ്പോൾ എന്നെ വിളിക്കുന്ന ഒരാളോട് പറയാനായിട്ട് എൻ്റെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ വ്യക്തിയുടെ പേര് പോലും നമ്മുടെ മനസ്സ് ചില സമയത്ത് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഒത്തിരി പരിചയമില്ലാത്ത ഒരാളായിരിക്കാം, നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുന്ന ആളായിരിക്കാം, ആരും ആവാം. ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ആയിരിക്കാം. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുമ്പോഴായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ഈ ഒരു വിഷയം പറയാൻ, നീ ഇത് പറ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് പ്രലോഭനങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ പ്രലോഭനം എന്ന് വെച്ചാൽ ഒരു സെക്ഷലായിട്ടുള്ളൊരു വിഷ്വൽ തരികയാണ്. നമ്മുടെ ഉള്ളിലേക്ക് പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അതൊരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമായിരിക്കും. അപ്പം ഇങ്ങനെയാണ് കൂടുതൽ ആളുകളും ലൈംഗിക പാപത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വപ്നത്തിലാവാം, വെറുതെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ, ലൈംഗിക പാപങ്ങൾ വിഷ്വലായിട്ടൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ഒക്കെ വരും. അപ്പം നമുക്കൊരു തോന്നൽ, ഇങ്ങനെ ചിന്ത വരികയാണ്, എന്നാൽ പിന്നെ നമുക്കിതൊന്ന് കണ്ടു കളഞ്ഞേക്കാം എന്നൊക്കെ കരുതിയിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും നമ്മളതിന് കൂടുതലായിട്ട് ആ ഒരു കാര്യത്തെ അംഗീകരിച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ സാധാരണ നമ്മളിൽ പ്രവേശിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള അത്രയും നേരം നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുത്ത കൃപ അല്ലെങ്കിൽ ജ്ഞാനം അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഓർക്കുക, അവൻ ഒരിക്കലും നമ്മളെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല, വളഞ്ഞ വഴിയിലൂടെ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇത്ര
ഒരു കാര്യമുള്ളൂ, വേറൊന്നുമല്ല. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങൾ സാത്താനെതിരെ ആയുധം എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആയുധം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 100% പ്രലോഭനങ്ങൾ കൂടുതലായിട്ടുണ്ടാകാം. അത് പല രീതിയിലും ഞെരുക്കങ്ങളുണ്ടാവാം. ആ സമയത്തൊക്കെ നിങ്ങളുടെ മനസ്സ് ദൈവത്തിനെതിരെ സംസാരിച്ചാൽ, അതായത് നിങ്ങൾ ഇച്ഛിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് സൈലൻ്റായിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ അത് കേൾക്കാൻ പറ്റും. അങ്ങനെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ശാസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് അപ്പോൾ തന്നെ അതിനെ ശാസിക്കണം. കാരണം പല ആളുകളും കുമ്പസാരിച്ചതിന് ശേഷവും ലൈംഗികമായ പാപങ്ങളിലേക്ക് പിന്നെയും പോകുന്നുണ്ട്. അഹങ്കാരം, അത് എളിമയില്ലായ്മ, ദേഷ്യം, കോപം, ഇതിലേക്ക് പിന്നെയും പിന്നെയും ചാടുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുകയെന്ന് ഓർക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ അതിനെ ശാസിക്കാത്തത് കൊണ്ടാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രലോഭനങ്ങൾ അകറ്റാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ കൂടെ മരണം വരെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സഹനം ഉണ്ടോ, പ്രലോഭനങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓർക്കണമേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് പ്രലോഭനങ്ങളിൽ വീഴുക എന്നതല്ല, ആ പ്രലോഭനം ഉണ്ടാവാതെ അതിനെ തടയുക, നമ്മളതിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ. പക്ഷേ അത് നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളർത്തുന്നതായിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ശാസിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയവേളകളുണ്ടായിരുന്നു. നമ്മുടെ വീക്ക്നെസ് എവിടെയാണോ അവിടെയാണ് അവൻ സാത്താൻ അവിടെയാണ് ഉപയോഗിക്കത്തുള്ളൂ. നിങ്ങൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അതിനായിട്ട് ഉപയോഗിക്കും. നിങ്ങൾ ലൈംഗിക പാപങ്ങൾക്ക് അടിമപ്പെട്ടിരുന്ന ഒരാളായിരുന്നു നേരത്തെ, എന്നാൽ നിങ്ങൾ ഇന്നല്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലുടനീളം ആ ലൈംഗിക പാപം നിങ്ങളുടെ ജീവിതത്തിലുടനീളം കൊണ്ടുവരാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് വിഷ്വലായിട്ടായിരിക്കാം, ലൈംഗിക ചിന്തകളിലൂടെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതേപോലെ മാർഗം സ്വീകരിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ചിന്തകളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാർഗമാണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദുരുപദേശം തരിക ഒരു വ്യക്തിയിലൂടെ, നിങ്ങളത് ചെയ്യരുത്, തെറ്റാണെന്ന് പറയുക. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏത് കാര്യമാണെങ്കിലും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾ മാതാവിനോട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളും വേദനകളും ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കണം. അമ്മ അതിലിടപെടാതിരിക്കില്ല. എൻ്റെ ഒരു കുഞ്ഞ് അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എല്ലായ്പ്പോഴും അമ്മയോട് ചേർന്ന് നിങ്ങളുടെ വേദനകൾ സമർപ്പിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ഉള്ളിൽ വിഷമങ്ങൾ, സങ്കടങ്ങൾ, അതായത് നിരാശയിൽ, ദുഃഖത്തിൽ പോവത്തില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിന് അറിയാം. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് അമ്മ സാധിച്ചു തരും. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അത് നിങ്ങൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാനായി ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സാത്താൻ്റെ പ്രലോഭനത്തിൽ പെടാതെ അവനെ ശാസിച്ച് ആ തിന്മയെ ശാസിക്കണം. നിങ്ങളതുപോലെ നിരാശ, ദുഃഖമൊക്കെ ഉള്ള ദൈവമക്കളോട്, ആത്മഹത്യ പ്രവണതയിലേക്ക് പോകുന്നവരോടും പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിനക്ക് ആരും ഇല്ല എന്നുള്ള ചിന്ത വരുന്നു. നീ പോയി ചാവാൻ പറയുന്നു, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയുന്നു, നിങ്ങൾ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തകളുള്ള ആളുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അത് തിന്മയാണ്. അതിനെ നിങ്ങൾ ശാസിക്കണം. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിൽ അതിനെ ശാസിക്കാനുള്ള അധികാരം ഓരോ ദൈവ പൈതലിനും ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതിനെ പ്രാർത്ഥിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കരുത്. മാറില്ല. ആ സെക്കൻഡിൽ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്കത് ഉണ്ടാവുന്നു, ആ സെക്കൻഡിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ആ ദുരാത്മാവ് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതും ആ ചിന്ത നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. പല ദൈവമക്കൾക്കും അതറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മഹത്യയിലേക്ക് പോകുന്നു, മരിക്കാനായിട്ട് ഒരുങ്ങുന്നു. എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാം, അങ്ങനത്തെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചുറ്റും നടക്കുന്ന ദുരാത്മാക്കളുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ അവരെ നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് തന്നെ നമ്മൾ ബഹിഷ്കരിക്കണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകണം. ഇനിയുള്ള നാളുകളിൽ പൈശാചികമായിട്ടുള്ള അരൂപികളുടെ പ്രവർത്തനങ്ങൾ, പീഡനങ്ങൾ, ഞെരുക്കങ്ങളൊക്കെ നമുക്കുണ്ടാകും. അതുകൊണ്ട് ആത്മീയ ആയുധം ധരിക്കുക. എഫെസോസ് 6:11 പറയുന്നത് പോലെ വചനം എന്ന ആയുധം നിങ്ങൾ ധരിക്കുക കേട്ടോ. ദൈവത്തിൻ്റെ സർവ്വ ആയുധങ്ങളും ധരിക്കുക. ദൈവം നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ.